അപ്പോൾ നാലെണ്ണത്തിന്റെ ഏറ്റവും നല്ല ഏതാ നമുക്ക് ഇനി നോക്കാം അല്ലേ. പിന്നെ ഏറ്റവും നല്ല ഏതാ ആണ് ഇത് 3M-ന്റെ 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് റബ്ബിംഗ് കോമ്പൗണ്ടും പോളിഷും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. ഇതൊന്നും വണ്ടിയിൽ ഒട്ടും ചെയ്യരുത്, 1-2 ആഴ്ച ഇതിനൊക്കെ മാത്രമേ നിൽക്കുള്ളൂ. 3M-ന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് 3M-ന്റെ തന്നെ വാക്സ് അങ്ങ് മേടിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ. ഹലോ ഗൈസ്, മോട്ടോ ചാൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. ഇപ്പൊ നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾക്ക് ഒരു 3-4 ബ്രാൻഡിന്റെ ഒരു റബ്ബിംഗ് കോമ്പൗണ്ടും ഉണ്ട്, പോളിഷും ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ല പോളിഷ് ഏതാണ് എന്ന് നോക്കാൻ പോണേ. അപ്പൊ നമ്മളൊരു ബൈക്കിന്റെ ഒരു പീസയിലേക്ക് നമ്മളൊരു 4 അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പൊ ഏറ്റവും നല്ല ക്രീം ഏതാണ് അതിന്റെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ 4 ഡിവൈഡ് ചെയ്തിട്ട് 4 ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പൊ ഇന്ന് പല കമ്പനിയുടെ സാധനങ്ങൾ നമ്മളില്ല. നമ്മുടെ 3M-ന്റെ ഉണ്ട്, മോട്ടോവാക്സിന്റെ ഉണ്ട്, പിന്നെ അങ്ങനെ നോട്ടൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തരി കുറഞ്ഞ റബ്ബിംഗ് കോമ്പൗണ്ട് ഉണ്ട്, തരി കൂടിയതുണ്ട്, പിന്നെ അതിന്റെ അകത്ത് റബ്ബിംഗ് കോമ്പൗണ്ടും പോളിഷോട് ഒരുമിച്ച് തന്നെ ഒരു ക്രീം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇനി വീഡിയോക്കകത്തേക്ക് പോകാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം അല്ലേ. ഈ ഒരു 7 നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സാധനമാണ് ഇത് 3M-ന്റെ 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. ഇതിനകത്ത് റബ്ബിംഗ് കോമ്പൗണ്ടും പോളിഷും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. പിന്നെ എക്സ്ട്രാ മറ്റേ യെല്ലോ വാക്സ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം അത്യാവശ്യം സ്ക്രാച്ചും പോവും, പിന്നെ വണ്ടി ഇന്ന് ഗ്ലേസിംഗ് ആയിക്കോളും. പിന്നെ 3M-ന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് 3M-ന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് അല്ലേ. ഇതെന്തായാലും ഇത് അങ്ങനെയല്ല, ഇതും അതിന്റെ കൂടെ തന്നെ യെല്ലോ വാക്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ആ ഒരു വരുള്ളൂ. പിന്നെ എന്താണ് പിന്നെയുള്ള നോട്ടന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് അല്ലേ ഇത്. ഇത് തരി കുറവല്ലേ ശരിക്കും. ഇതിന് അത്യാവശ്യമുള്ളൂ, ഇതിനേക്കാളും കുറച്ചുകൂടെ കുറവല്ലേ. പിന്നെ വേറൊരു സാധനം നമ്മളെ ഇത് ഫോർമി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഏറ്റവും തരിയുള്ളതാ. ഈ സാധനമായിട്ട് നോക്കി പിടിച്ചില്ലെങ്കിൽ പെയിന്റ് ഒക്കെ പെയിന്റും പോകും, അവിടെ അത്യാവശ്യം മങ്ങി പോകും, കളറൊക്കെ മങ്ങി പോകും. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള സ്ക്രാച്ചുകളൊക്കെ പോകാൻ യൂസ് ചെയ്യുന്നല്ലേ ഈ സാധനം. പിന്നെ നമ്മുടെ വാക്സ് ഇരിപ്പുണ്ടല്ലേ. എല്ലാ വാക്സും ഉണ്ട്, 3M-ന്റെ ഉണ്ട്, അല്ലാതെ നമ്മള് ലൂസ് ആയിട്ട് മേടിച്ച വാക്സ് ആണ് ഇരിക്കുന്നത്. ഇത് 3M-ന്റെ എല്ലാ വാക്സ്, പിന്നെ ഇത് നമ്മൾ ലൂസ് ആയിട്ട് മേടിച്ച വാക്സ് അല്ലേ. പിന്നെ നമ്മുടെ കയ്യിൽ മോട്ടോവാക്സിന്റെ ഒരു സ്പോഞ്ച് ഉണ്ട് 20 രൂപയുടെ. ഇത് ശരിക്കും താൽക്കാലിക ഉപയോഗമല്ലേ. താൽക്കാലിക ഉപയോഗം, ഇതൊന്നും വണ്ടിയിൽ ഒട്ടും ചെയ്യരുത്, 1-2 ആഴ്ച ഇതിനൊക്കെ മാത്രമേ നിൽക്കുള്ളൂ. പിന്നെ ഇപ്പൊ ഞങ്ങൾ ആരും സജസ്റ്റ് ചെയ്യണമെന്നില്ല ആരും ഉപയോഗിക്കാനായിട്ടൊന്നും. പിന്നെ നിങ്ങളെല്ലാം വണ്ടിയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ വണ്ടി ഒന്ന് നമ്മുടെ ടെസ്റ്റ് ചെയ്യാനൊക്കെ നേരത്തൊന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി തിളങ്ങിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയാണ് നല്ലത്. ഒരു തട്ടുമുട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെയിലി അല്ലെങ്കിൽ ഒരു അങ്ങനെ പെർമനന്റ് സൊല്യൂഷൻ ഒന്നും നല്ലത്. പിന്നെ കുറച്ച് വെള്ള കോട്ടൺ വേസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇത് എത്രയാണ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പോണേ. യൂണിക്കോണ്ട് ഒരു മാറിയ ഒരു ഹെഡ്ലൈറ്റിന്റെ പീസാണ്. അപ്പൊ ഈ ഒരു പീസ് നമ്മൾ 4 തിരിക്കാൻ പോവല്ലേ. ഈ ഒരു ഇവിടെ നമ്മളൊരു ഒട്ടിച്ച് കാണിച്ചു കൊടുത്തേക്കാം. 4 തിരിച്ചേക്കാം തന്നെ. അപ്പൊ നമ്മൾ 4 തിരിക്കുവാണ്. നടുക്കൊരു ഇൻസുലേഷൻ അങ്ങ് ഒട്ടിച്ചിട്ട് ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഒരെണ്ണം അപ്ലൈ ചെയ്യൂലേ, ഇവിടെ ഒരു ഐറ്റം അപ്ലൈ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ഏതാണെന്ന് പിന്നെ പറയാട്ടെ, 3M-ന്റെ ഏതാണ് ഇവിടെ ഈ ഒരു സൈഡ് കൊടുക്കുന്നതെന്ന് പറയാം. പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒരെണ്ണം ഒട്ടിച്ച് ഇപ്പം നമ്മുടെ 4 കഷ്ണമായില്ലടാ. ഇപ്പം ഈ 4 കഷ്ണത്തിൽ നമ്മൾ 4 സാധനങ്ങളാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് പറയാം. കാരണം ഒത്തിരി സ്ക്രാച്ച് വരുമോ, അല്ലെങ്കിൽ എന്തോരം അത്യാവശ്യം ഈ ഒരു തരി കൂടി വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പെയിന്റ് പോകും, അങ്ങനെയൊക്കെ കാണിച്ചു തരാം. ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് സാധനമാണ്. 3M-ന്റെ 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്തേക്കാം. അപ്പോൾ ഇത്ര തന്നെ റബ്ബിംഗ് കോമ്പൗണ്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ വാക്സ് കൂടി ഒരുമിച്ചല്ലേ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ജസ്റ്റ് തൂത്തിട്ട് നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് വെച്ച് റൗണ്ട് ആയിട്ട് അങ്ങ് പിടിച്ചിട്ട് തൂത്തളയല്ലടാ. നമ്മളിത് ഫുള്ള് ചെയ്യുന്നില്ല, നമ്മൾ ഈ ചെറിയ ഭാഗത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിൽ ആ ഒരു സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. ഒരു തരിപ്പനുണ്ടല്ലോ അതിനല്ലോ, ചെറിയൊരു തരിപ്പുള്ളൂ. ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളൊക്കെ കളയാൻ യൂസ് ചെയ്യാമല്ലടാ. ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ നമുക്ക് ഇത്തന്നെ കളയാൻ പറ്റും കേട്ടോ. ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചുകൾ, ഒരു മങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം. ചെളി പോകുന്നുണ്ടല്ലേ. മറ്റേ എല്ലാ വാക്സ് ഇടണ്ടാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ പോളിഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് ഇത് വെച്ച് ഈ നല്ല വേസ്റ്റ് വെച്ച് തൂത്ത് കഴിഞ്ഞാൽ തന്നെ കളർ കയറി വരും, പെട്ടെന്ന് കയറി വരും. നമ്മൾ എത്ര നീക്കി ഇടുന്നുണ്ട്? ഒറ്റ തവണ ഇനിയൊരു നല്ലൊരു ക്ലോത്ത് വെച്ച് തൂത്ത് കളഞ്ഞേക്കാം അല്ലേ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു വേസ്റ്റിന്റെ തുണി എടുത്തിട്ട് അത് ആ ഒരു പീസ് നമ്മൾ തൂത്ത് കളയുവാണ്. ഇവിടെ സ്ക്രാച്ച് ഉള്ളതാണ്, അത് പോകത്തില്ല. പെയിന്റ് പോയേക്കുന്നല്ലേ. ഈ ഒരു ഭാഗത്തോട്ട് പഴയ കളർ തന്നെ തിരിച്ചു കയറി വന്നു. അടുത്ത കഷ്ണം ചെയ്തേക്കാം.
അടുത്ത നമ്മൾ ഏത് യൂസ് ചെയ്യണേ? അടുത്ത നമുക്ക് 3M റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് 3M തന്നെ വാക്സ് അങ്ങ് മേടിച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് ഒരു വേസ്റ്റ് വെച്ച് റൗണ്ടായിട്ട് പിടിക്കുവാണ് റബ്ബിംഗ് കോമ്പൗണ്ട്. അധികം ബലം കൊടുക്കരുത്. അധികം ബലം കൊടുത്തു കഴിഞ്ഞാൽ പെയിന്റ് ഒക്കെ പോരില്ല. ഇത് ഭയങ്കരമായിട്ട് തരി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോരില്ല. പക്ഷേ ഏറ്റവും തരി കൂടിയ സംഭവം നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും അതുപോലെ ബലം കൊടുത്ത് തൂക്കരുത്. നൈസായിട്ട് തൂക്കാവുള്ളൂ. അപ്പം ഈ ഒരു പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിക്ക് ഈ ഒരു ചെയ്യാൻ പോകുന്ന ഭാഗം ഒന്ന് കഴുകണ്ടടാ. കഴുകി തുടച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ്. പൊടിയൊന്നും ഇരിക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മൾ അത്യാവശ്യം നല്ല ഇതൊന്നും അല്ല, നല്ല പീസ് അല്ല. നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടിയിട്ട് ഓർമ്മ എടുത്ത് ഒപ്പിച്ചോണ്ട് വന്നതാണ്. ഇതിലും അത്യാവശ്യം ചെളി പോകാനുണ്ടല്ലേ? ഇതാ എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഇതായിരിക്കും മിക്കവാറും. നമ്മൾ മൊത്തം കാണിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. ഇതിന്റെ എല്ലാ വാക്സിനും ഇട്ട് എന്റെ പരിപാടി എടുത്തേക്കാം അല്ലേ? എല്ലാ വാക്സ് ഏത് റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടാലും അതിനകത്ത് നമുക്ക് എല്ലാ വാക്സും അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ആ ഒരു ഗ്ലേസിങ് വരാൻ വേണ്ടി മാത്രം. കുറച്ച് വാക്സ് ആ ഒരു വേസ്റ്റിൽ ഇട്ടിട്ട് നമ്മളങ്ങ് തൂത്തു. എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് അങ്ങ് പിടിക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങി കഴിയുമ്പം വേറൊരു തുണി വെച്ച് തൂത്തുകളാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയാം. ആ ഒരു വാക്സ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ ഗ്ലേസിങ് കയറി വന്നിട്ടുണ്ട്. ഒരു പുത്തൻ സെറ്റപ്പിൽ ആ ഒരു ഗ്ലേസിങ് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, വ്യത്യാസം ഉണ്ടല്ലോടാ. രണ്ടും 3M അല്ലടാ? രണ്ടും 3M തന്നെയാണ്. പക്ഷേ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മള് എല്ലാ വാക്സും കൂടി ഇടുന്നതുകൊണ്ട് ഒരു കിടലൻ ലുക്ക് മാറ്റം ഉണ്ടല്ലേ? നമുക്ക് ഇനി അടുത്ത് അപ്പുറത്തെ സൈഡ് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇവിടെ ചെയ്യാൻ പോണേ ഇവിടെ നോട്ടൺ എന്ന് പറയാനല്ലേ? നോട്ടന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് യെല്ലോ വാക്സ് ഇടാൻ പോകണല്ലേ? അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യണേ. ഇതിന് തരി കുറച്ച് കുറവല്ലടാ ഈ ഒരു സാധനത്തിന്? 3M കുറവല്ലേ? 3M ഇതിന്റെ തൊള്ളയിൽ അത്യാവശ്യം തരികയുള്ളൂ. അതിനേക്കാളും കൂടി നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ ഏറ്റവും മറ്റേ നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി തരിപ്പ് കൂടുതലാണ് അതിന്. ഇതെല്ലാം സെയിം രീതിയാണ്, വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇതിന് മാത്രം ഒരു വ്യത്യാസമില്ല. സെറാമിക് കോട്ടിങ് മാത്രം വ്യത്യാസം ഉണ്ടല്ലോ. സെറാമിക് കോട്ടിങ് ഒരിക്കലും പോളിഷ് അല്ലല്ലോ, അതൊരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് അതിന്റെ മുകളിൽ 2 ലെയർ വരുന്ന ഒരു കോട്ടിംഗ് ആണ്. ഉണ്ടല്ലേ? ഇത്തരം അത്യാവശ്യം ചെളി പോകാനുണ്ടല്ലേ? ഇതെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അടുത്തായിട്ട് വാക്സ് ഇടുക അല്ലടാ? യെല്ലോ വാക്സ്. യെല്ലോ വാക്സും പഴയവിടെ തന്നെ സെയിം സ്റ്റെപ്പ്. ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടുന്നു. വേറൊരു വേസ്റ്റ് തുണി എടുത്തിട്ട് റൗണ്ടിങ്ങിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വാക്സും തലയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ തുണി വെച്ച് ഇതും നമ്മൾ തുടച്ചു കളയുവാണ്. പോരാ, കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു, ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നതാ മോട്ടോമാക്സിൻ്റെ ഈ ഒരു സ്പോഞ്ചാല്ലേ? ഇത് പ്രത്യേകിച്ചൊന്നും അറിയാനൊന്നുമില്ലല്ലേ? നേരിട്ട് അങ്ങ് തൂത്താൽ മതി.
ഇതേ തന്നെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഇതിനകത്ത് ഓയിലിന്റെ അംശമുണ്ട്. ഇപ്പൊ നമ്മൾ തൂത്തോണ്ട് വലിയ പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല. സ്ക്രാച്ച് ഒക്കെ പോവോ? സ്ക്രാച്ചൊന്നും പോകത്തൊന്നുമില്ല. സ്ക്രാച്ചും പോകത്തില്ല. പിന്നെ ഈ മങ്ങലൊന്നും മാറത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഫെയ്ഡ് ആവുന്നൊക്കെ പറയണു. നമുക്കത് വലുതും ഉണ്ടായിട്ടില്ല. നമ്മളിത് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യണ സാധനമാണ്. നമ്മൾ 3M ആണ് എപ്പോഴും സജസ്റ്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലെ തൂത്ത് വന്നിട്ട് ഈ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് തൂത്ത് കളഞ്ഞാൽ പോരെ. വേസ്റ്റ് തൂത്ത് കഴിഞ്ഞാൽ അതിന്റെ എണ്ണ ഒരു എണ്ണയുടെ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കും. നന്നായിട്ട് അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി. ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് പോലെ എടുത്തിട്ട് സെറ്റായില്ല. 4 ചെയ്തിട്ടില്ല. അപ്പൊ 4 ഏറ്റവും നല്ല ഏതാന്ന് നമുക്കിനി നോക്കാം അല്ലേ? വട്ടത്ത് പിടിച്ച് നോക്കാം. എടുത്തോ. എവിടെയൊക്കെ ഏതൊക്കെ ചെയ്യുന്ന പറഞ്ഞേക്കാം. ഇവിടെയാണ് നമ്മൾ ചെയ്തേ. ലാസ്റ്റ് ചെയ്താൽ മറ്റേത് ഓയിലിന്റെ സ്പോഞ്ച് ഉള്ള അല്ലേ? മൊട്ടമാക്സിന്റെ സ്പോഞ്ച്. ഇവിടെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് ചെയ്ത നോട്ടന്റെ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് യെല്ലോ വാക്സ് പിടിച്ചല്ലേ? ഈ സൈഡിലോ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനകത്ത് ഏതാണ് എനിക്ക് വെച്ചായിട്ട് വന്നേക്കണേ? ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. നോട്ടന്റെ ആയിരിക്കും. മറ്റേ ഒരു ഗുണമില്ലാത്ത സംഭവമാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഏതൊക്കെ യൂസ് ചെയ്തേക്കുന്നത്? ഇവിടെ നമ്മൾ 3M റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് 3M തന്നെ വാക്സ് യൂസ് ചെയ്തല്ലേ? ഇവിടെ 3M 1 സ്റ്റെപ്പ് ഫിനിഷിംഗ് കോമ്പൗണ്ട്. പിന്നെ ഏറ്റവും നല്ല ഏതാ? നല്ല 3M തന്നെയാണ്. 3M അല്ലേ? കാരണം ഇവിടുത്തെക്കാളും കുറച്ചുകൂടി ഗ്ലേസിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തല്ലേ. രണ്ടാമത് നമ്മൾ ആ യെല്ലോ വാക്സ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഗ്ലേസിംഗ് കാര്യങ്ങളൊക്കെ ഇതിന് കൂടുതൽ വരുന്നത്. ഇത് ഒറ്റ സ്റ്റെപ്പ് അല്ലേ? ഇതിന് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. സ്ക്രാച്ചുകളൊന്നും പോയിട്ടില്ല. ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്ക്രാച്ച് പോയിട്ടുണ്ട്. ഇത് പൊട്ടൽ നോക്കണ്ട കേട്ടോ. പൊട്ടൽ നോക്കണ്ട. ഈ പൊട്ടൽ കഴിക്കുന്ന ഓക്കെ അല്ലേ? അപ്പൊ ഏറ്റവും നല്ലതാണ് ഉപയോഗിക്കാൻ പറ്റിയ 3M ആ ഒരു റബ്ബിംഗ് കോമ്പൗണ്ടും 3M തന്നെ വാക്സും കാണിച്ചു കൊടുത്തേക്കാം അല്ലേ? ഏതായിരുന്നു ഈ സംഭവം അല്ലേ? 3M റബ്ബിംഗ് കോമ്പൗണ്ട് അതുപോലെ തന്നെ 3M ലിക്വിഡ് വാക്സും. ഇതാണ് ഏറ്റവും നല്ല സാധനം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ചല്ലേ? എടാ, അപ്പൊ ഈ സാധനങ്ങളുടെയൊക്കെ വില എങ്ങനെയാ വന്നെ? ഇതിനൊരു 100 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതോ? ഇതിന് 130 രൂപ. 130 രൂപ ഉണ്ടല്ലേ? പിന്നെ ഈ ഒരു എല്ലാ ഏകദേശം സെയിം റേറ്റ് അല്ലേ? 150 രൂപ 100 അങ്ങനെ ആ ഒരു റേറ്റുകളാണല്ലേ? അപ്പൊ ഈ ഒരു സാധനങ്ങളെല്ലാം മേടിക്കുന്നതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്താൽ മതി. ഏറ്റവും നല്ല സാധനം 3M തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ നല്ല വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. സോ ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.